ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫായിട്ട് മാറും ഈ നമ്മുടെ ചാനലിലെ. ഓക്കെ, അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ച രാവിലെ ഞാനാണെങ്കിൽ അമ്മമ്മയുടെ പോയി. അമ്മമ്മയുടെ പോയപ്പോഴത്തേക്ക് ഞാൻ അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാനത് വീഡിയോ യൂട്യൂബിൽ ഇടാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മമ്മ ഹായൊക്കെ കാണിച്ചു. എന്നിട്ട് പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ വിശദമായുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓരോരുത്തരും വിശദമായി ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ആഗ്രഹം കൊണ്ട് അതുപോലെ ചെയ്യാം. പക്ഷെ അതുപോലെ സാഹചര്യം നമുക്കില്ല. അതുപോലെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൂപ്പ വന്നു. പിന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ സമയം പോയി. സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബോഞ്ചിക്ക അവിടെ ഇരിക്കുന്നത്. പിന്നെ ആ ബോഞ്ചിക്ക, നമ്മളൊക്കെ നാട്ടിൽ ബോഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഫാഷൻ ഫ്രൂട്ട്. അപ്പം പിന്നെ അതും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ വന്നു. പിന്നെ മഴ വന്നപ്പോഴത്തേക്കും കോഴികളൊക്കെ കോഴിക്കൂട്ടിലാക്കി. അങ്ങനെ നമ്മളവിടെയൊക്കെ കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി വന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മുരിങ്ങയിലുണ്ടായിരുന്നു. പിന്നെ ആ മുരിങ്ങയിലേക്ക് നുള്ളിയെടുത്ത് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നുള്ളിയെടുത്തു. വൃത്തിയാക്കി എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് പൊതിഞ്ഞ് കയറ്റി നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്ത് ക്യാമറയിൽ എടുക്കാൻ പറഞ്ഞത്. അവൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് നുള്ളുന്നൊഴിച്ച് ബാക്കി അവിടെയുള്ള എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്കും അപ്പം ഇറങ്ങാൻ പറ്റിയില്ല. മൊത്തം മഴയായിരുന്നല്ലോ ആ സമയത്തൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് ചക്ക വറുത്തു. അപ്പോൾ ഈ ചക്ക വറുത്ത് പിന്നെ ചക്ക കുറച്ച് തിന്നു. വറുത്ത ചക്ക കുറച്ച് തിന്നു. പിന്നെ അതിന് ശേഷം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏട്ടൻ വന്നു. പിന്നെ ഏട്ടൻ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയെന്നുള്ള കാര്യവും ആ ഉദ്ദേശ സാധനം കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു. പിന്നെ അതേ ഷോർട്ട് വീഡിയോയുടെ 2ാം സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ വാങ്ങിച്ച ആക്രി സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ ആക്രി സാധനമല്ല സ്റ്റോണൊക്കെ വെച്ചുണ്ടാക്കിയ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി ആ വീഡിയോ കാണണേ. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകുന്നേരം നെയ്യാറ്റിൻകര പോയി സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു 7 മണിയായി. പിന്നെ അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ ചാനൽ 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ആ സ്നേഹവും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും ആയത് തന്നെ. ആദ്യം മുതൽ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്, കുറേ നല്ല നല്ല കൂട്ടുകാരുണ്ട്. ഇപ്പോൾ വന്ന പുതിയ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോസ് കാണുക, അതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. പിന്നെ ക്യാമറയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എല്ലാം അറിയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ വീഡിയോ ആദ്യത്തെ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ പോയി കാണുക. ലോങ് വീഡിയോസ് കാണാൻ ക്ഷമയില്ലാത്തവർ ഷോർട്ട് വീഡിയോസ് പോയി കാണുക. അത് കുറച്ചുകൂടി എന്താ പറയുക, നല്ല രസമാണ്.